ചേട്ടാ ഒരു തീപ്പെട്ടി തരുമോ? സുഹൃത്തെ, ഇവിടെ വെച്ച് വലിക്കാൻ പാടില്ല. ഇവിടെ വെച്ച് വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയല്ല, ഇതൊരു പൊതുസ്ഥലമാണ്. താൻ ഇവിടുന്ന് ചേർത്ത് വലിക്കാൻ പറ്റില്ല. അടുത്ത് നിന്ന് ശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. ആണോ? ആ, അല്ല ചേട്ടൻ ഒരു ഉപകാരം ചെയ്യൂ, ഇതൊന്ന് വലിക്കൂ, ഞാൻ അടുത്ത് നിന്നൊന്ന് ശ്വസിക്കട്ടെ. എടോ, ഇവിടെ വലിക്കാൻ പാടില്ല. വലിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അതെ, ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? തനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലടോ. സുഹൃത്തെ, ഞാൻ കേരളം അറിയപ്പെടുന്ന ഒരു ചലച്ചിത്രകാരനാണ്, ചിത്രകാരനാണ്, എഴുത്തുകാരനാണ്. കലാകാരനാണോ? പിന്നല്ലാണ്ട്. ആ, സാധാരണ ചിത്രം വരെയാണ് എന്റെ മെയിൻ ഐറ്റം. അതല്ലേ. യാത്രകളിലാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കാറുള്ളത്. യാത്രകൾ എന്ന് വെച്ചാൽ എങ്ങനെ? ട്രെയിൻ യാത്രകളിലാണ് കൂടുതൽ ഈ ചിത്രം ഓ, വരയ്ക്കുന്നത്. ട്രെയിനിലിരുന്നാണ് ചിത്രം വരക്കുന്നത്. അതെ അതെ, ട്രെയിനിലിരുന്ന് എഴുതുകയും ചെയ്യും, എഴുതുകയും ചെയ്യും, എല്ലാ പരിപാടിയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന് എനിക്ക് ഒരു പേനയുടെയോ പെൻസിലിന്റെയോ ആവശ്യമില്ല. ഓ, അപ്പൊ നമ്മുടെ ലാപ്ടോപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ അടിക്കായിരിക്കും. എനിക്കൊരു ഫോണ് പോലും ഇല്ല. പിന്നെ ഇതെങ്ങനെ എഴുതും? ഒരു ആണിത്തുണ്ട് മതി. ആണി വെച്ചാ? ഓ, അതെങ്ങനെ? അതാകുമ്പോ ഈ ട്രെയിനിന്റെ ഒക്കെ ബാത്റൂമിന്റെ പെയിന്റ് ചുരണ്ടി എഴുതുന്നതിന് ആനത്തുകൊണ്ടാണ് ബെസ്റ്റ്. പിന്നെ നമ്പറും കൂടെ എഴുതി വെക്കുമ്പോ ഒരു ഹരമുണ്ട്. അപ്പൊ നീയാണല്ലേ എന്നാ അറിയും.